ഇതൊരു ഹാങ്ങിങ് എന്നും പറയാൻ പറ്റില്ല, എന്നാൽ സ്റ്റഡ് എന്നും പറയാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ട ഒരു കമ്മലും കൂടിയാണ്. അപ്പം താങ്ക് യു സോ മച്ച് ഐറിൻ. ഞാൻ ഇപ്പോഴും ഇത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. താഴെ ഒരു ജിമിക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു നല്ലൊരു ഇയറിംഗ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാംലേറ്റ്. ഇന്നത്തെ വീഡിയോ എൻ്റെ ഇയറിങ്സ് കളക്ഷനാണ്. എനിക്ക് ഈ ഇയറിങ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്രേസാണ്. ഡ്രസ്സിന് സൂട്ടാവുന്ന രീതിയിൽ ഇയറിങ്സ് ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇയറിങ്സ് ഒന്നും മേടിച്ചിട്ടില്ല. എൻ്റെ കയ്യിലുള്ള ഇയറിങ്സിൻ്റെ കളക്ഷനാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് കൂടുതലുണ്ട്. അപ്പം അത് ഞാൻ ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനൊരു പാർട്ടായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഹാങ്ങിങ്സ് ആയിട്ടുള്ള നമ്മുടെ കുറച്ച് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് കുറച്ച് വലുപ്പവും എന്നാൽ ഹാങ്ങിങ് ആയിട്ടുള്ള മീഡിയം സൈസും സ്മോൾ സൈസ് ആയിട്ടുള്ള കുറച്ച് ഇയറിങ്സാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ഇയറിംഗ് എന്ന് പറയുന്നത് ഈ രാമലീല ഇയറിംഗ് ആണ്. 2013 രാമലീല ഫിലിം ഇറങ്ങിയ സമയത്ത് നമ്മുടെ ദീപിക പദുക്കോൺ ഇട്ടിരുന്ന ഒരു കമ്മലാണ്. ആ സമയത്ത് ഭയങ്കര ട്രെൻഡായിരുന്നു. ഞാൻ ആ ടൈമിലാണ് ഈ കമ്മൽ മേടിക്കുന്നത്. അപ്പോൾ 2013 കമ്മലാണിത്. ഇതിൽ ശരിക്കും നല്ലൊരു ലക്ഷ്മിയുടെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പേഴ്സും കുന്തൻ വർക്കും പിന്നെ കോയിൻസിൻ്റെ ഒരു ഇതും കൂടെ ഫിനിഷിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു ടെമ്പിൾ ജ്വല്ലറിയാണിത്. നമുക്ക് ഒക്കേഷനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കൂടെയും ലെഹങ്കയുടെ കൂടെയും അതുപോലെ തന്നെ സൽവാറിൻ്റെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കമ്മലാണ്. ഇത് ഞാൻ എൻ്റെ വീടിന് അടുത്തുള്ളൊരു സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. അപ്പം 150 റുപ്പീസ് അങ്ങായിരുന്നു അതിൻ്റെ ആ സമയത്ത് ഒരു റേറ്റ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മലാണിത്. ഞാൻ ഇപ്പോഴും അത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ട്രെൻഡാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇപ്പോഴും ഇത് യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ സെക്കൻഡ് ഇയറിങ് ഈ ഒരു ബ്ലാക്ക് മെറ്റലിൽ വരുന്ന ഒരു ഇച്ചിരി ഹെവി ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ഉള്ളൊരു ഇയറിംഗ് ആണ്. ഇത് കുറച്ച് പേർക്കെങ്കിലും ഫെമിലിയർ ആയിരിക്കും. കാരണം ഞാൻ തുമ്മിലെ സോങ്ങിൽ കവർ സോങ്ങിൽ ഞാൻ ഇട്ടിരുന്ന ഒരു കമ്മലാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി മെസ്സേജസ് ഉണ്ടായിരുന്നു, ഇത് എവിടെ നിന്ന് മേടിച്ചതാണ്, എത്ര രൂപയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്താണ് വിചാരിച്ചത് എന്തായാലും ഇയറിങ്ങിൻ്റെ ഒരു കളക്ഷൻ്റെ ഒരു വീഡിയോ എന്തായാലും ചെയ്യാമെന്നുള്ളത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ ഒരു ഹെവി ആയിട്ട് തോന്നുമെങ്കിലും ഭയങ്കര വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഒരു വെയ്റ്റ്ലെസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡീറ്റെയിലിംഗ് ഈ കമ്മലിനുണ്ട്. അതുപോലെ ചെറിയ മുത്തൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ് കേട്ടോ. ഇത് ബ്ലാക്ക് മെറ്റലാണ്. ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത് ജുവൽ ഹട്ട് എന്നാണ്. ജുവൽ ഹട്ടിൽ നമ്മൾ ട്രാൻഡത്തുള്ളവർക്ക് അറിയായിരിക്കും. ജുവൽ ഹട്ട് ഷോപ്പ് കുറച്ച് ഫേമസ് ആയിട്ടുള്ള നമുക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. അവിടെ എനിക്ക് ഇത് 160 റുപ്പീസിനാണ് ഞാനിത് മേടിച്ചത്. നെക്സ്റ്റ് വന്നിട്ടൊരു ബ്ലാക്ക് മെറ്റൽ ഇയറിംഗ് ആണ്. ഇത് മൾട്ടി കളേഴ്സാണ് ഫുൾ കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ, ബ്ലൂ, പിങ്ക്, റെഡ്, യെല്ലോ ആൻഡ് ഓറഞ്ച്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിത് ഏത് കളർ ഡ്രസ്സിൻ്റെ കൂടെയും സൂട്ടായി പോകുന്നൊരു കമ്മലാട്ടോ. ഞാനിപ്പം റീസെൻ്റായിട്ട് ഒരുപാട് തവണ യൂസ് ചെയ്യുന്ന ഒരു കമ്മലും കൂടെയാണ്. കാരണം നമുക്ക് ഏത് ഡ്രസ്സിനാണെങ്കിലും ഇത് സൂട്ടായിട്ട് പോകും. അതുപോലെ തന്നെ വെയ്റ്റ്ലെസ് ആണ്, ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല കേട്ടോ. സൽവാറിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ക്യൂട്ടാണ് ഇത് ഇടുന്ന സമയത്ത്. അതുപോലെ തന്നെ കുർത്താസിൻ്റെ കൂടെ ഇത് സൂപ്പറാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 60 റുപ്പീസാണ്. ഞാനിത് പാളയം മാർക്കറ്റിനകത്ത് നിന്നാണ്, ട്രാൻഡത്തെ പാളയം മാർക്കറ്റിനകത്ത് നിന്നാണ് ഇത് മേടിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ആൻറ്റിക് ഇയറിംഗ് ആണ്. ഇത് ഫുൾ കുന്തൻ വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റ് പേൾസിൻ്റെ വർക്കും നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല ഡീറ്റെയിലിംഗ് ഉള്ള ഒരു ഇയറിംഗ് ആട്ടോ ഇത്. ഇതിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന കളറ് പിങ്ക് ആണ്. അതുപോലെ തന്നെ പിങ്കിൻ്റെ ഒരു ബീഡും അതുപോലെ കൊച്ചു കൊച്ചു ബീഡ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പിങ്ക് സാരിയുടെ കൂടെ മാത്രമല്ല, നമുക്ക് ഏത് കളറിൻ്റെ ഒരു സാരിയുടെ കൂടെ ഇത് നല്ല സൂട്ടായിട്ട് പോകുന്ന ഒരു ഇയറിംഗ് ആട്ടോ. ഇതൊരു സെറ്റായിട്ടാണ് ഞാൻ മേടിച്ചത്. 1300 ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു സെറ്റ് മേടിച്ചത്. എനിക്കതിൻ്റെ മാല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ് ഞാൻ ആ ഒരു സെറ്റ് മൊത്തത്തിൽ മേടിച്ചത്. പക്ഷെ ഞാനിത് ഒറ്റ മാലയുടെ കൂടെ അല്ല, ഇത് സിംഗിളായിട്ടാണ് ഞാനിത് വെയർ ചെയ്യാറുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇച്ചിരി ഹെവി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ മാലയുടെ കൂടെ ഇടാറില്ല. ഇത് ഒറ്റയ്ക്ക് കമ്മൽ മാത്രമായിട്ടാണ് ഇടാറുള്ളത്. ഇത് മേടിച്ചിരിക്കുന്നത് ട്രാൻഡത്ത് വെറൈറ്റി മോളിൽ നിന്നാണ്. ഒരു അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ഒരു ഇയറിംഗ് ആട്ടോ ഇത്. നെക്സ്റ്റ് വീണ്ടും ഒരു ആൻറ്റിക് ഇയറിംഗ് ആട്ടോ. ഇത് നേരത്തെ കണ്ടതിനോട് സാമ്യമുണ്ടെങ്കിലും കുറച്ചുകൂടെ സിമ്പിളാണ്, മറ്റത് കുറച്ചുകൂടെ ഹെവിയാണ്. ഞാൻ നേരത്തെ എടുത്ത സെറ്റിൻ്റെ മാലയുടെ കൂടി ഇടുന്നത് ഈ ഒരു കമ്മലാട്ടോ. ഇതും കുന്തൻ വർക്കാണ്, കംപ്ലീറ്റ് കുന്തൻ വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പിങ്ക് സ്റ്റോണും പിന്നെ അതുപോലെ തന്നെ പിങ്ക് ബീഡ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇയറിംഗ് ആട്ടോ. ഞാൻ മിക്ക ഫങ്ഷൻസിനും ഇത് ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
തോന്നുന്നത്. അതുപോലെ തന്നെ നേരത്തെ എടുത്ത ആ ഒരു കമ്മലിൻ്റെ കൂടെയുള്ള മാലയുടെ കൂടെ ഞാൻ വിയർ ചെയ്തിട്ടുള്ളതും ഈ ഒരു കമ്മലാട്ടോ. ഇതും ട്രിവാൻഡ്രത്ത് വെറൈറ്റി മോളിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. ഏകദേശം ഒരു 900 റുപ്പീസ് ഉണ്ട് ഈ ഒരു കമ്മൽ മാത്രമായിട്ട്. നെക്സ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് കേട്ടോ ഇത്. എനിക്കിങ്ങനത്തെ ഒരു പാറ്റേൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ ഇത് ജുവൽ ഹട്ടിൽ നിന്നാണ് ഞാൻ മേടിച്ച ഒരു ഓഫർ പ്രൈസിൽ 60 റുപ്പീസിന് കിട്ടി. കാരണം ഇതൊരു 180 റുപ്പീസ് അങ്ങാണ്ടാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ്. പക്ഷേ ഒരു ഓഫർ പ്രൈസിലായതുകൊണ്ട് എനിക്ക് 60 രൂപയ്ക്കാണ് ഈ ഒരു ഇയറിംഗ് കിട്ടിയിട്ടുള്ളത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഇയറിംഗ് ആട്ടോ ഇത്. സാരിയുടെ കൂടെയും വെയർ ചെയ്യാം. അതുപോലെ തന്നെ സാരി എന്ന് പറയുമ്പോൾ നമുക്ക് ഫാൻസി സാരിയുടെ കൂടെ ആണെങ്കിൽ കുറച്ചുകൂടി ക്യൂട്ടായിരിക്കും. അതുപോലെ സൽവാറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു ട്രെൻഡി ആയിട്ടുള്ള എന്നാൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കമ്മലാണ് ഇത്. പിങ്ക് ഫ്ലവറും അതുപോലെ തന്നെ ഒരു സ്റ്റോണുമാണ് നടുക്ക് വരുന്നത് ഒരു സ്റ്റഡിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഡയമണ്ട് ഷേപ്പിൽ എന്താ പറയുക കുറച്ച് സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഇയറിംഗ് ആട്ടോ ഇത്. നെക്സ്റ്റ് ഒരു ഹൂപ്പ് ഇയറിംഗ് ആണ്. താഴെ ഒരു ജിമിക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു നല്ലൊരു ഇയറിംഗ് ആട്ടോ. ഇത് ഞാൻ കൂടുതലും സാരിയുടെ കൂടെയും സൽവാറിൻ്റെ കൂടെയാണ് വെയർ ചെയ്യാറുള്ളത്. മെഹന്തി ഗോൾഡാണ് ഇതിൻ്റെ കളർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ കുറച്ച് മുത്തൊക്കെ കൊടുത്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആട്ടോ ഇത്. എനിക്ക് ഹൂപ്സ് ഒരുപാട് കളക്ഷൻസ് ഒന്നും ഇല്ല, പക്ഷേ എങ്കിലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. ഇത് വന്നിട്ട് ഞാൻ പാളയം മാർക്കറ്റിനകത്തു നിന്നാണ് മേടിച്ചിട്ടുള്ളത്. 130 റുപ്പീസ് ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു ഹൂപ്പ് വരുന്നത്. നെക്സ്റ്റ് വീണ്ടും ഒരു ആൻറ്റിക് കളക്ഷനാണ്. ഇതിൽ ഫുൾ കുന്തൻ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഹാങ്ങിങ് എന്നും പറയാൻ പറ്റില്ല, എന്നാൽ സ്റ്റഡ് എന്നും പറയാൻ പറ്റില്ല. ഇപ്പം താഴെ ഒരു റെഡ് ബീഡും അതുപോലെ തന്നെ കുറച്ച് ബീഡ്സ് ഗ്രീൻ കളർ ബീഡ്സും കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ വന്നതുകൊണ്ട് ഇതൊരു ഹാങ്ങിങ് ഇതിലോട്ട് നമുക്കിതിൽ ഉൾപ്പെടുത്താം. അല്ലാതെ ഇതില്ലായിരുന്നുവെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്റ്റഡാണ്. ഈ ഒരു ഹാങ്ങിങ് ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു ശരിക്കും സ്റ്റഡ് മോഡലാണ് വരുന്നത്. ഇപ്പം ഒരുപാട് വലിയ ഹെവി ആയിട്ടുള്ള ഹാങ്ങിങ്സ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഭയങ്കര ഒരു സൂട്ടായിട്ടുള്ള ഒരു കമ്മലാട്ടോ. ഫങ്ഷൻസിനാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഫുള്ളും ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുന്നത് റെഡും ഗ്രീനും കോമ്പിനേഷനിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു പാർട്ടിക്ക് നല്ല രീതിയിൽ ഒരു സൂട്ടായിട്ടുള്ളൊരു ഇയറിംഗ് ആട്ടോ ഇത്. ഇതും ഞാൻ വെറൈറ്റി മോളിൽ നിന്ന് ഒരു 700 ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു കമ്മൽ മേടിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഈ ഒരു ഹൂപ്പ് ഇയറിംഗ് ആണ്. ഇത് ഞാൻ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഒരു കൊച്ചെടുത്തം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. അപ്പം അവിടെ 1 വീക്കോളം തിരുനാളുണ്ട്, എല്ലാ വർഷവും ഉണ്ട്. അപ്പം റോഡിൻ്റെ സൈഡിൽ അപ്പുറം ഇപ്പുറമായിട്ട് ഇങ്ങനെ കടകളൊക്കെ ഉണ്ടാവും. അവിടെ ഇതുപോലത്തെ കമ്മൽ മാല അങ്ങനെയൊക്കെ കിട്ടുന്ന സ്ഥലം. അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ, ഫുഡ് അങ്ങനെയൊക്കെയുള്ള നല്ല രസമാണ് കേട്ടോ. നല്ല തിരക്കുള്ളൊരു സമയമൊക്കെയാണ് ആ ടൈമിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോകാനായിട്ട്. അപ്പം ഞാനത് അവിടെ നിന്നാണ് മേടിച്ചത്. ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. കാരണം 40 രൂപയുള്ളൂ, 40 റുപ്പീസേ ഉള്ളൂ ഈ ഒരു ഹൂപ്പ് ഇയറിങ്ങിന്. ഒരു സ്പ്രിങ് മോഡലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു സംഭവമില്ല, പക്ഷെ എന്നാൽ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ഹൂപ്പ് ഇയറിംഗ് ആട്ടോ ഇത്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഹാങ്ങിങ് ഉള്ള ഒരു ഹെവി സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആട്ടോ. ഇത് ഫുൾ ഗോൾഡൻ സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് മെഹന്തി ഗോൾഡാണ് കംപ്ലീറ്റ് ആയിട്ട്. അതുപോലെ നല്ലൊരു സെൻട്രൽ പീസായിട്ട് വരുന്ന ഒരു രീതിയിലുള്ള ഒരു ഇയറിംഗ് ആട്ടോ. ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും നമ്മൾ ഇടുന്ന സമയത്ത്. മാല ഇടേണ്ട ആവശ്യം പോലും ഇല്ല, അത്രയ്ക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. എൻ്റെ കസിൻ സിസ്റ്റർ അയറിന് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഞാനിത് എപ്പോഴും കാണുമ്പോൾ ഞാൻ അവളെ ഓർക്കും, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഇയറിങ്. ഞാനത് ഒരു ഓറഞ്ച് എനിക്കൊരു ഫുൾ ലെങ്ത് അനാർക്കലി സൂട്ടുണ്ട്. അപ്പം അത് ഭയങ്കര സിമ്പിളാണ് ആ ഒരു ഓറഞ്ച്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആക്ച്വലി ഞാൻ അതിൻ്റെ കൂടെ ഇടാൻ ഞാൻ വേറൊരു കമ്മൽ മേടിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ എപ്പോഴും ഇടുന്നത് ഈ ഒരു കമ്മലാണ് അതിൻ്റെ കൂടെ ഇടാറുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കമ്മലും കൂടെയാണ്. അപ്പം താങ്ക് യു സോ മച്ച് അയറിങ്. ഞാൻ ഇപ്പോഴും ഇത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 3 വർഷത്തിന് മുകളിലായിട്ടുണ്ട് ഇത് എനിക്ക് അവൾ ഗിഫ്റ്റ് ചെയ്തിട്ട്. പക്ഷേ എന്നാലും ഞാനിത് ഇപ്പോഴും സൂക്ഷിച്ച് തന്നെ വെച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് അയറിങ്. നെക്സ്റ്റ് ഒരു മെഹന്തി ഗോൾഡിൽ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുള്ള ഇയറിംഗ് ആണ്. നമ്മൾ നേരത്തെ കണ്ട ഒരു ഇയറിങ്ങിനോട് സെയിം സാമ്യമുള്ള ഇയറിംഗ് ആണ്. ആക്ച്വലി ഞാൻ ആ ഒരു എന്താ പറയുക അനാർക്കലി സൂട്ടിൻ്റെ കൂടെ ഇടാൻ മേടിച്ചത് ഈ ഒരു കമ്മലായിരുന്നു. കാരണം എനിക്കിത് ഇങ്ങനൊരു മോഡൽ എനിക്ക് ആക്ച്വലി ഇല്ല കേട്ടോ. ഇങ്ങനെ ഇത്രയും ഹാങ്ങിങ്സ് വരുന്ന രീതിയിൽ ഇങ്ങനെ എനിക്കില്ല, ഇങ്ങനത്തെ ഒരു മോഡൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. പക്ഷെ ഞാൻ ആ ഒരു അനാർക്കലി സൂട്ടിൻ്റെ കൂടെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗിഫ്റ്റ് ചെയ്ത ആ ഒരു ഇയറിംഗ് ആണ്. ഇത് ഏകദേശം ഒരു 230 ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു കമ്മൽ വരുന്നത്. ജുവൽ ഹട്ടിൽ നിന്ന് തന്നെയാണ് ഈ ഒരു കമ്മൽ ഞാൻ മേടിച്ചിട്ടുള്ളത്.
നെക്സ്റ്റ് ഒരു മീഡിയം സൈസുള്ള ഒരു ഹാങ്ങിങ് ഇയറിംഗ് ആണ്. ഇത് കുറച്ച് എന്താ പറയുക, ക്യൂട്ടായിട്ടുള്ള ഒരു ഇയറിംഗ് ആട്ടോ. കാരണം ഇതിൽ ഇങ്ങനെ കിലുങ്ങുന്ന മുത്തുണ്ട്, എൻ്റെ അറ്റത്ത് നല്ല ഭംഗിയുള്ള കിലുങ്ങുന്ന മുത്തുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് മിററാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൽ കൂടെ നമ്മളെ കാണാൻ പറ്റുക, അങ്ങനെ ഒരു ബ്ലാക്ക് മിററിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ സിമ്പിളാണ്, നമുക്ക് സൽവാറിൻ്റെ കൂടെയൊക്കെ ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വെയ്റ്റ്ലെസ് ആണ്, ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല കേട്ടോ. ഇത് കാണുന്ന പോലെയല്ല, ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഒരു ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഓഫീസിലും കോളേജിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇയറിംഗ് ആണ് ഇത്. ഞാൻ മേടിച്ചിരിക്കുന്നത് നമ്മുടെ പാളയം മാർക്കറ്റിനകത്തു നിന്നുള്ള ഒരു ഫാൻസി സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. 60 റുപ്പീസേ ഉള്ളൂ ഈ ഒരു ഇയറിങ്ങിന്. ഇതിൻ്റെ സെയിം ഞാൻ ഈ ഒരു മിറർ വ്യത്യാസം മാത്രമുള്ള ഒരു വൈറ്റ് ഇയറിംഗ് കൂടെ എടുത്തിട്ടുണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ഇതാണ് ആ ഒരു വൈറ്റ് ഇയറിംഗ്. വൈറ്റ് ഇയറിംഗ് അല്ല, ആ ഒരു മിറർ വന്നിട്ട് വൈറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി തരാം. ഇതാണ് 2 കമ്മലും, ഒന്ന് ബ്ലാക്ക് മിററും ഒന്ന് വൈറ്റ് മിററിലുമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സെയിം സാധനം തന്നെയാണ്, 60 റുപ്പീസാണ് ഒരു കമ്മലിനുള്ളത്. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഇയറിംഗ് ആട്ടോ, നമുക്ക് ഡെയിലി വെയറിന് പറ്റിയ ഒരു ഇയറിംഗാണ്. നെക്സ്റ്റ് ഒരു കുട്ടി ഹാങ്ങിങ് ഉള്ള ഒരു എന്താ പറയുക ഇയറിംഗ് ആട്ടോ ഇത്. മെഹന്തി ഗോൾഡിൽ ബ്ലൂ സ്റ്റോണും അതുപോലെ ബ്ലൂ ബീഡ്സും കൊടുത്തിട്ടുള്ള ഒരു കുട്ടി ഇയറിംഗ് ആട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഇയറിംഗാണ്. നമുക്കിപ്പം ഒരുപാട് വലിയ വലിയ ഇയറിങ്സ് ഒന്നും ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണിത്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 30 റുപ്പീസേ ഉള്ളൂ. എൻ്റെ വീട്ടിനടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു രാമലീല മോഡലെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ രാമലീലയുടെ സാമ്യം അതുമായിട്ട് സിമിലറായിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് കുന്തൻ വർക്കും അതുപോലെ തന്നെ പേൾ വർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് വൈറ്റ് പേളും പിന്നെ നടുക്ക് കൊടുത്തിരിക്കുന്നത് പിങ്കിൻ്റെ ഒരു ഷെയ്ഡുമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ അവസാനം വന്നിട്ട് ഒരു പിങ്ക് ബീഡ് ഇങ്ങനെ ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മീഡിയം സൈസ്, അങ്ങനെ ഭയങ്കര ഹെവി അല്ല എന്നാൽ സ്മോളും അല്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു ഹാങ്ങിങ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇത് നമുക്ക് സാരിയുടെ കൂടെയും സൽവാറിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോകുന്നൊരു ഇയറിംഗ് ആട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 80 റുപ്പീസാണ്. ഞാനിത് വീട്ടിനടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഇത് മേടിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഈ ഒരു ഇയറിംഗ് ആണ്. ഇത് ബ്ലാക്ക് മെറ്റലും അതുപോലെ തന്നെ ഓറഞ്ച് സ്റ്റോണും അതുപോലെ ഓറഞ്ച് ബീഡും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഹാങ്ങിങ് ഇഷ്ടമല്ലാത്തവർക്ക് ഇതും ഒരു നല്ല ഓപ്ഷനാണ്. ബ്ലാക്ക് മെറ്റലിൽ നല്ലൊരു ഓപ്ഷനാണ്. ഇത് ഞാൻ കൂടുതൽ വെയർ ചെയ്യുന്നത് ഒരു ഓറഞ്ച് കുർത്ത ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് ഭയങ്കര ക്യൂട്ടാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ ആ കുർത്തയുടെ കൂടെയാണ് ഇത് മാക്സിമം ഇടാറുള്ളത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു 85-90 റുപ്പീസ് ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു ഇയറിംഗ് വരുന്നത്. ഇത് എൻ്റെ വീട്ടിനടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്. നമ്മുടെ നാട്ടുപുറത്തൊക്കെയുള്ള ഷോപ്പിലാണെങ്കിൽ ഒരുപാട് കളക്ഷൻ ഇല്ലെങ്കിൽ പോലും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കളക്ഷൻസൊക്കെ വരും. അപ്പം എനിക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടും, ഞാനങ്ങനെ മേടിക്കുന്നതാണ്. ആക്ച്വലി വിലയും എനിക്ക് കുറച്ച് കുറവായിട്ടാണ് തോന്നുന്നത്. കാരണം ഇതൊക്കെ 85-90 റുപ്പീസ് എന്ന് പറയുമ്പം അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റ് തന്നെയാണ്. അപ്പം എനിക്ക് പേഴ്സണലി എനിക്ക് നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് വാങ്ങാമല്ലോ. നെക്സ്റ്റ് വന്നിട്ട് മെഹന്തി ഗോൾഡ് കളറിൽ വൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ വൈറ്റ് പഞ്ചസാര മുത്തൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഹെവി ഇയറിംഗ് ആണ്. കാരണം ഇതിന് മാട്ടിയൊക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണിത്. ഇത് സെറ്റായിട്ട് ഞാൻ മേടിച്ചതാണ്. നമുക്ക് അതിൻ്റെ കൂടെ ഒരു മാല അതുപോലെ തന്നെ നെറ്റിച്ചുട്ടിയൊക്കെ ആയിട്ടൊരു സെറ്റായിരുന്നു. 1500 റേഞ്ചിലാണ് ഈ ഒരു സെറ്റ് വരുന്നത്. വെറൈറ്റി മോഡൽ തന്നെയാണ് ഞാൻ മേടിച്ചത്. ഇതിൻ്റെ നെറ്റിച്ചുട്ടി ഇതുപോലെ തന്നെയാണ്, കമ്മൽ പോലെ തന്നെയാണ്. അതിന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണിത്. ഒരു ഹെവി ഫീലായിരിക്കും നമ്മൾ ഈ ഒരു കമ്മലും ഈ നെറ്റി ചുട്ടിയൊക്കെ ഇട്ട് വരുന്ന സമയത്ത്. മാലയും ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു മാലയാണ്. അപ്പോൾ ഇത് നമുക്ക് ഞാനിത് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡാൻസിനാണ്. സ്റ്റേജിൽ ഡാൻസൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് വന്നിട്ട് ഇങ്ങനൊരു ഇയറിംഗ് ആട്ടോ. ഇങ്ങനെ ഇതുപോലത്തെ കൊളുത്തൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഇയറിംഗ് ആണ്. ഇതും സെറ്റാണ്. ഇതിൻ്റെ മാലയും ഇതുപോലത്തെ മോഡലിൽ തന്നെയാണ് വരുന്നത്. ഇതൊരു പിങ്ക് പർപ്പിൾ കളറിൻ്റെ ഒരു ഷെയ്ഡാണ്. കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇത് പിങ്ക് ആണോ പർപ്പിൾ ആണോ എന്ന് അറിയത്തില്ല. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇത് വരുന്നത്. ഇത് സെറ്റാണ്. മാലയും ഇയറിങ്ങും കൂടെ വരുന്നൊരു സെറ്റാണ്. സെറ്റും മാലയായിട്ട് ഞാൻ മേടിച്ചത് ഒരു 1500 റേഞ്ചിലാണ് മേടിച്ചതും. അതും വെറൈറ്റി മോഡലാണ് മേടിച്ചത്. അപ്പോൾ അതിൽ ഇയറിംഗ് ആണ്. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് സൽവാറിൻ്റെ കൂടെയൊക്കെ ഞാൻ ഇടാറുണ്ട്.
നമ്മുടെ ഹാങ്ങിങ്സിലെ ഒരു ലാസ്റ്റ് ഇയറിംഗ് ആണ്. ഇതാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന കമ്മൽ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഊരിയെടുത്തു. മെഹന്തി ഗോൾഡിൽ വന്നിട്ട് വൈറ്റ് പേൾസ് ഇങ്ങനെ കൊടുത്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആട്ടോ. ഇത് ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല കേട്ടോ, വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇത് നല്ല ഭംഗിയായിരിക്കും. സൽവാറിൻ്റെ കൂടെയും സാരിയുടെ കൂടെയൊക്കെ നല്ല ഭംഗിയാണ്. ഭയങ്കര ഹെവിയൊന്നും അല്ല, എന്നാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 80 റുപ്പീസാണ്. ഇത് ഞാൻ ജുവൽ ഹട്ടിൽ നിന്ന് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടിലുള്ള ഇയറിംഗ് കളക്ഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഹാങ്ങിങ്സ് ആയിട്ടുള്ള കളക്ഷൻസാണ് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് പാർട്ടിൽ ഞാൻ ജുമുക്കാസാണ് കാണിക്കാൻ പോകുന്നത്, നമ്മുടെ സ്വന്തം ജുമിക്കി കമ്മൽ. ആക്ച്വലി എനിക്ക് ഇയറിങ്സിൽ തന്നെ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ജുമുക്കാസാണ്. അപ്പോൾ ജുമുക്കാസ് കുറേ ഉണ്ട്. അപ്പോൾ നമുക്കത് സെക്കൻഡ് പാർട്ടിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. തേർഡ് പാർട്ടിൽ നമുക്ക് സ്റ്റഡ് കമ്മൽ കാണിച്ചു തരാം. ഞാൻ എനിക്കുള്ള കളക്ഷൻസ് ആയിട്ടുള്ള സ്റ്റഡ് കമ്മലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കാരണം ഒരുപാട് പേർക്കും ഹാങ്ങിങ്സ് ചിലവർക്ക് ഹാങ്ങിങ്സ് ഇഷ്ടമാവും, ചിലവർക്ക് സ്റ്റഡായിരിക്കും ഇഷ്ടമുള്ളത്. എനിക്ക് രണ്ടും ഒരുപോലെയാണ് ഇഷ്ടം. അത് ഡിപ്പെൻഡ്സ് ഓൺ ഡ്രസ്സാണ്. എനിക്ക് ഡ്രസ്സിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഞാനത് വെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് രണ്ടും ഒരുപോലെ ഇഷ്ടമാണ്. അപ്പോൾ സോ ഞാനത് സെക്കൻഡ് പാർട്ടിൽ ജുമുക്കാസും തേർഡ് പാർട്ടിൽ ഞാൻ സ്റ്റഡും ഇയറിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.